ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ഈ ദിവസങ്ങളിലെല്ലാം വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നതാണ്. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇവിടെ നാം വിതയ്ക്കുന്നത് കൊയ്യും. അത് ദൈവവചനത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അത് ആർക്കും നീക്കിക്കൂടാതെ വണ്ണം അത് പൂർണ്ണമായിട്ടും സത്യമായിട്ടുള്ള ഒരു നിയമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 തരത്തിലുള്ള വിത്തുകൾ അവിടെയുണ്ട്. ജഡത്തിൻ്റെ വിത്ത്, ആത്മാവിൻ്റെ വിത്ത്. ജഡത്തിൻ്റെ വിത്തുകളെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചു. ജഡത്തിൻ്റെ വിത്തുകളെക്കുറിച്ചും ജഡത്തിൻ്റെ വിത്ത് വിതച്ചതുകൊണ്ട് എന്ത് ജഡത്തിൻ്റെ വിത്ത് വിതച്ചവർക്ക് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചും നാം കണ്ടു. അതുപോലെ ആത്മാവിൻ്റെ വിത്ത്, കഴിഞ്ഞ ആഴ്ചയിൽ നാം ആത്മാവിൻ്റെ വിത്തുകളെക്കുറിച്ച് കണ്ടു. ആത്മാവിൻ്റെ വിത്ത് മാത്രം വിതച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അവൻ കർത്താവ് ദൈവമായിരുന്നു, എന്നാൽ അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അങ്ങനെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ കർത്താവുമായ കർത്താവ് ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവം തന്നെ ആത്മാവിൻ്റെ സ്വഭാവങ്ങളാണ്, ആത്മാവിൻ്റെ ഫലമാണ് കർത്താവിലുള്ളത്. അപ്പോൾ കർത്താവ് വിതയ്ക്കുന്നത് ആത്മാവിൻ്റെ വിത്ത് മാത്രമേ വിതച്ചിട്ടുള്ളൂ. എന്നാൽ മനുഷ്യരിൽ ചിലരും ആ കർത്താവിൻ്റെ സ്വഭാവം ഉള്ളവരായിട്ട്, കർത്താവിനെ പോലെ ആത്മാവിലല്ല, കർത്താവിൻ്റെ സ്വഭാവം ഉള്ളവരായിട്ട് ആത്മാവിൻ്റെ വിത്ത് വിതച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലേക്ക് ഉടനെ ഓടി വന്ന് കാണും. അത് യോസേപ്പ് തന്നെയായിരിക്കും. യോസേപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ പിതാവ് അവനെ സ്നേഹിച്ചു. കാരണം അവൻ്റെ സ്വഭാവം അത്ര നല്ലതായിരുന്നു. അതുകൊണ്ട് പിതാവ് സ്നേഹിച്ചു. അവനൊരു ഉടുപ്പൊക്കെ പ്രത്യേകിച്ച് മേടിച്ചു കൊടുത്തു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ അവനെ പകച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതിനൊരു റീസണുമില്ല. അപ്പൻ മേടിച്ചു കൊടുത്തതിന് ഈ സഹോദരന്മാർ അവനെ പകയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സഹോദരന്മാർ അവനെ പകച്ചു. അതിനുശേഷം ഈ 11 ഇവർക്ക് ഭക്ഷണവുമായി 10 പേർക്കുള്ള ഭക്ഷണവുമായിട്ട് അവരെ അന്വേഷിക്കാൻ ചെന്ന യോസേപ്പിനെ അവർ പിടിച്ച് പൊട്ടക്കിണറ്റിൽ കൊല്ലുവാനായിട്ട് ഇടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചില സഹോദരന്മാരൊക്കെ വിചാരിച്ചു അവനെ രക്ഷിക്കണമെന്ന്, എന്നാൽ അവർ വിചാരിച്ചു അവനെ കൊല്ലണമെന്ന്. അതിനുശേഷം മിസ്രൈമിലേക്ക് അവനെ വിറ്റ് കളയുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു സഹോദരനെ കൊല്ലുക, കയ്യിനെ പോലെയുള്ള സ്വഭാവം, അവനെ കൊന്നു കളയണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവനെ ഒരടിമയായിട്ട്, സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ചൊരു വ്യക്തിയെ അടിമയായിട്ട് കൊല്ലുന്ന, അത് അപ്പന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പുത്രനാണെന്ന് അറിഞ്ഞിട്ടും അവനെ അടിമയായിട്ട് കൊല്ലുന്ന ഒരു ഇത്. എന്നാൽ ദൈവം യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവനെ ദൈവം ഉയർത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനെ പൊത്തിപ്പേറിനെ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലും അവനെക്കുറിച്ച് വായിക്കുമ്പോൾ 39-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു ഉദ്യോഗസ്ഥനായ അഹമ്പടി നായകനായ പൊത്തിപ്പേർ എന്നൊരു മിസ്രൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേപ്പിനോട് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി. അതിനുശേഷം ഒരു തെറ്റും ചെയ്യാത്ത യോസേപ്പിനെ വീണ്ടും കാരാഗൃഹത്തിലേക്ക് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ 39-ാം വാക്യത്തിൻ്റെ 21-ാം വാക്യത്തിൽ, എന്നാൽ യഹോവ യോസേപ്പിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് തോന്നോക്കണം അവന് കൃപ നൽകി. അവിടെയും യഹോവ യോസേപ്പിന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യോസേപ്പ് കൃതാർത്ഥനായി ഫറവോൻ്റെ രണ്ടാമനായിട്ട് വാണു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വാണ് കഴിഞ്ഞപ്പോൾ മിസ്രൈമിൽ ക്ഷാമമുണ്ടായി. യോസേപ്പിൻ്റെ സഹോദരന്മാർ 10 പേര് കൂടി അവിടെ വന്ന് ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാനായിട്ട് യോസേപ്പിൻ്റെ മുമ്പിലാണ് വന്നത്. യോസേപ്പിന് വേണമെങ്കിൽ അവരെ കൊന്നുകളയാമായിരുന്നു. എന്നോട് ചെയ്ത് ഇങ്ങനെയല്ലേ, അതുകൊണ്ട് എനിക്കും
അന്ന് ഒരധിപതിയായിട്ടിരിക്കുകയാണ്, മുമ്പിൽ വന്ന് അത്രയും ഉള്ള പൊസിഷനിലിരിക്കുകയാണ്. യോസേപ്പിന് വേണമെങ്കിൽ അവരെ കൊന്നുകളയാമായിരുന്നു. എന്നാൽ അതല്ല യോസേപ്പ് ചെയ്ത്. അവരൊന്ന് പരീക്ഷിച്ചു. അവർക്ക് വേണ്ടി ധാന്യം ആദ്യം കൊടുത്തു വിട്ടു. രണ്ടാമത് അവരോട് വരാനായിട്ട് പറഞ്ഞു. കാരണം അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്തോ എന്ന് യോസേപ്പ് നോക്കി. അതിനുശേഷം വീണ്ടും അവർക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കുകയും അവരെ അയക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് തന്നെത്താൻ യോസേപ്പ് അവരോട് പറയുന്നുണ്ട്, ഞാൻ യോസേപ്പാണ് എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ കരയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ സഹോദരന്മാരോട് അവന് യാതൊരു വൈരാഗ്യമില്ല. അവൻ പൂർണ്ണമായിട്ട് അവരോട് ക്ഷമിച്ചു. ആ ക്ഷമ കാരണം ദയയും മനസ്സലിവും കരുണയും അവനിലുണ്ടായിരുന്നെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യോസേപ്പ് പറയുന്നതാണ്, അവിടെ പറയുന്നതാണ് 45-7 വാക്യത്തിൽ, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ അവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിൻ്റെ മകനായ യോസേപ്പ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രൈമിനൊക്കെ അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരേണം. നീ ഗോർഷൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. അങ്ങനെ യാക്കോബും മക്കളും വന്നു. കാരണം യോസേപ്പ് തൻ്റെ ജ്യേഷ്ഠന്മാരോട് ക്ഷമിച്ചു, അവരോട് ദയയും കനുവും കാണിച്ചു. അങ്ങനെ യാക്കോബും ആ ക്ഷാമത്തിൽ നിന്ന് വിമുക്തനായിട്ട് യോസേപ്പിനോട് കൂടെ അവിടെ നമുക്ക് മിസ്രൈം ദേശത്ത് പാർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസേപ്പിൻ്റെ സ്വഭാവം എത്ര നല്ലതായിരുന്നു. അവൻ്റെ ദയ, അവൻ്റെ മനസ്സലിവ്, അത് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവമായിട്ട് തീർന്നെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം യാക്കോബ് മരിക്കുന്നു. യാക്കോബ് മരിച്ചപ്പോൾ വീണ്ടും അവൻ്റെ സഹോദരന്മാർ അവനെ അത്ര ഉപദ്രവിച്ചതാണ്. കൊല്ലുവാൻ വേണ്ടി പൊട്ടക്കിണറ്റിലിട്ടതാണ്. അവരടിമയായിട്ട് വിറ്റതാണ്. അവരുടെ ഹൃദയത്തിൽ വീണ്ടും ഭയം വന്നു. അപ്പോൾ അപ്പൻ മരിച്ചതിന് ശേഷം അവർ യോസേപ്പിനോട് പറയുകയാണ്. അത് 50-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 50-17 വാക്യത്തിൽ കാണുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസേപ്പിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. ഇതാ, ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. യോസേപ്പ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിന് ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി. അതാണ് യോസേപ്പ്. കർത്താവ് ചെയ്തതുപോലെ തന്നെ ആ സ്വഭാവം, അതാണ് ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ. ആത്മാവിൻ്റെ വിത്തായ സ്നേഹം, സന്തോഷം, ദയ, മനസ്സലിവ്, ക്ഷമ യോസേപ്പ് വിതച്ചു. അതിൻ്റെ ഫലവും യോസേപ്പിൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ത് ഫലം യോസേപ്പിനുണ്ടായി എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചാലും, മറ്റുള്ളവർ നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാലും, പൊട്ടക്കിണറ്റിൽ ഇടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയാലും, ഒരു തെറ്റും ചെയ്യാത്ത യോസേപ്പിനെ വീണ്ടും കാരാഗൃഹത്തിൽ ഇടേണ്ട അവസ്ഥയിലേക്ക് വന്നാലും, അങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങൾ കൂടെ നാം പോകേണ്ടി വന്നാലും, പ്രിയ സഹോദരിമാരെ, നാം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്നവരായിട്ട് ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത്, അത് തിന്മ ജഡത്തിൻ്റെ വിത്താണ്. ആ ജഡത്തിൻ്റെ വിത്ത് വിതച്ചാൽ തിന്മ തിരിച്ചു കിട്ടും. എന്നാൽ തിന്മയ്ക്ക് പകരം നമ്മൾ നന്മ എന്ന ആത്മാവിൻ്റെ വിത്ത് വിതച്ചാൽ നാമും നന്മ അനുഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മ വിതയ്ക്കുവാൻ, ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.